സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മുടെ നാട്ടിൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി, ആഴ്ചകളായി മഴ വല്ലാതെ അധികരിച്ചു കൊണ്ടിരിക്കുകയാണ്. സാധാരണ ഓഗസ്റ്റ് മാസം തുടക്കമാകുമ്പോൾ കേരളത്തിൽ എവിടെയെങ്കിലൊക്കെയായി പ്രളയമുണ്ടാകുന്ന, ഉരുൾപൊട്ടലുകൾ ഉണ്ടാകുന്ന, പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുന്നത് ഒരു പതിവായി തീർന്നിരിക്കുകയാണ്. ആഗസ്റ്റ് മാസമാകുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാകുമെന്ന് ആളുകളൊക്കെ പൊതുവേ അങ്ങനെ മനസ്സിൽ ഉറപ്പിച്ചു വെക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ നാട് മാറിയിട്ടുണ്ട്. മുൻകാലങ്ങളിൽ പരിചയമില്ലാത്ത വിധം മഴ ഒരല്പം അധികരിക്കുമ്പോഴേക്ക് തന്നെ പ്രകൃതിയിൽ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാകുന്ന അവസ്ഥയുണ്ട്. പ്രായമുള്ള ആളുകളൊക്കെ ആലോചിക്കുന്നുണ്ടാകും, നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ ഇതിനേക്കാൾ വലിയ മഴ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അന്നൊന്നും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ, മഴ കൂടുമ്പോൾ സ്കൂളുകൾക്ക് അവധി കൊടുക്കുന്ന രീതി, ഇതൊന്നും നമുക്ക് പരിചയമില്ല. എന്നാൽ മഴയൊന്ന് ചെറുതായി പെയ്യുമ്പോഴേക്ക് തന്നെ സ്കൂളുകൾ അവധി കൊടുക്കുന്നു, തോടുകൾ കരകവിഞ്ഞൊഴുകുന്നു, കടകളൊക്കെ വെള്ളത്തിൽ കയറി, വീടുകളൊക്കെ വെള്ളത്തിൽ മുങ്ങുന്ന അവസ്ഥാവിശേഷമൊക്കെ നമ്മുടെ നാട്ടിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. സഹോദരന്മാരെയും സഹോദരിമാരെയും, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സമൂഹത്തിൽ തൻ്റെ ചുറ്റും നടക്കുന്ന ഏതൊരു കാര്യത്തിലും അവനെ ചിന്തിക്കുവാനും ആലോചിക്കുവാനും അതിൽ നിന്ന് ഗുണപാഠങ്ങൾ എടുക്കുവാനും അതുവഴി അള്ളാഹുവിലേക്ക് മടങ്ങിച്ചെല്ലാനും ഒരുപാട് കാര്യങ്ങളുണ്ടാകും. ഏതൊരു കാര്യം നടക്കുമ്പോഴും വിശ്വാസികൾ പഠിച്ചു വെക്കേണ്ട, മനസ്സിലാക്കേണ്ട ധാരാളം ഗുണപാഠങ്ങളുണ്ട്. അത്തരം കാര്യങ്ങൾ, ചിന്തകളിലേക്ക് നമ്മുടെ മനസ്സിനെ കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ഞാനും നിങ്ങളും ആത്മാർത്ഥമായി ആലോചിക്കുകയാണ് ഇത്തരം സന്ദർഭങ്ങളിൽ ചെയ്യേണ്ടത്. മഴ അധികരിക്കുമ്പോൾ, നാട്ടിൽ അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ചില കാര്യങ്ങൾ അവന് ബോധ്യമാകേണ്ടതുണ്ട്. അതിലേറ്റവും ഒന്നാമത്തേത്, പ്രകൃതിയുടെ നിയന്ത്രണം അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ മാത്രമുള്ളതാണ് എന്ന തിരിച്ചറിവാണ് ഏറ്റവും പ്രധാനമായും നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത്. ഇവിടെ എന്തൊക്കെ സൗകര്യങ്ങളുണ്ടെങ്കിലും, സർക്കാരിൻ്റെ നേതൃത്വത്തിൽ എന്തെല്ലാം കാര്യങ്ങളുണ്ടെങ്കിലും അവരുടെ ഒന്നും നിയന്ത്രണത്തിലല്ല ഒരിക്കലും പ്രകൃതി ഉള്ളത്. നമുക്കറിയാം, കാലാവസ്ഥ നിരീക്ഷകർ അവർക്ക് ലഭ്യമാകുന്ന ഏറ്റവും അത്യാധുനികമായ സൗകര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് അവർ കാലാവസ്ഥ മുന്നറിയിപ്പുകൾ നൽകുന്നത്. അന്തരീക്ഷത്തിൽ മേഘം ഇങ്ങനെയുണ്ട്, ഇത്ര ദൂരത്തിൽ കാറ്റ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു, ഇന്ന ചുഴലിക്കാറ്റൊക്കെ വരാനിരിക്കുന്നു, അതുകൊണ്ട് ഇന്ന ഇടങ്ങളിൽ ഇത്ര മഴയുണ്ടാകും എന്ന ഒരു അറിയിപ്പ് ഏറ്റവും ആധുനികമായ സൗകര്യങ്ങൾ ഉപയോഗിച്ച് അവർക്കിപ്പോൾ ലഭ്യമായ പ്രകൃതിയുടെ നിലവിലെ അവസ്ഥയും സഞ്ചാരവും അനുസരിച്ച് കൊണ്ട് തന്നെയാണ് അവർ പ്രവചിക്കുന്നത്. ചില ജില്ലകളിൽ ഓറഞ്ച് അലർട്ടായിരിക്കും, റെഡ് അലർട്ടായിരിക്കും എന്നൊക്കെയുള്ള അറിയിപ്പുകൾ അവർ നൽകുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ്. എന്നാൽ നമുക്കറിയാം, ഈ അറിയിപ്പുകളൊക്കെ പരിപൂർണമായും തെറ്റുന്ന രൂപത്തിൽ പല ദിവസങ്ങളിലും കാര്യങ്ങൾ ഉണ്ടാകാറുണ്ട്. കളക്ടർ മഴയുടെ ആധിക്യം അനുസരിച്ചുകൊണ്ട് ലീവ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ തൊട്ടടുത്ത ദിവസം തീരെ മഴയില്ലാത്ത നല്ല വെയിലുണ്ടാകുന്ന അവസ്ഥകളൊക്കെ ഉണ്ട്. കളക്ടർ ലീവ് പ്രഖ്യാപിച്ചാൽ പിന്നേത് മഴയുണ്ടാകില്ല എന്ന് വരെ ആളുകൾ തമാശയായി പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. എങ്ങനെ സംഭവിക്കുന്നു? നേരെ തിരിച്ചുമുണ്ടാകാം. ഒരു പ്രശ്നവുമില്ല, നല്ല കാലാവസ്ഥയാണ് എന്ന മുന്നറിയിപ്പ് ഉണ്ടെങ്കിലും പക്ഷേ വളരെ അതിതീവ്രമായ മഴയുണ്ടാവുകയും പെട്ടെന്ന് പ്രയാസങ്ങൾ ഉടലെടുക്കുകയും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടുവരുന്നു. അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, എത്രയൊക്കെ സൗകര്യങ്ങൾ, എന്തൊക്കെ നമുക്ക് ഇവിടെയുള്ള സൗകര്യങ്ങൾ എന്തെല്ലാം മുന്നറിയിപ്പ് നൽകിയാലും ഇതൊന്നും നമ്മൾ വിചാരിക്കുന്നിടത്ത്, നമ്മൾ കരുതും പോലെയല്ല ഇതൊന്നും മുന്നോട്ട് പോകുന്നത്. ഇതെല്ലാം റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയന്ത്രണത്തിലാണ് എന്ന ബോധ്യമാണ് ഇത്തരം സംഭവങ്ങൾ ഏറ്റവും ഒന്നാമതായി നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ 36-ാം അധ്യായം സൂറത്തു യാസീനിന്റെ 38 മുതൽ 40 വരെയുള്ള വചനങ്ങൾ, ഞാൻ തുടക്കത്തിൽ ഓതി വെച്ചത് ആ വചനങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്ന വശംസു തജ്രി ലിമുസ്തഖദ്ദിൻ ലഹാ ദാലിക തഖദീറുൽ അസീസിൽ അലീം. സൂര്യൻ അത് സഞ്ചരിക്കുന്നത് അതിന് കൃത്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചു കൊടുത്ത ഒരു ഭ്രമണപഥത്തിലേക്ക്, സ്ഥിരമായ ഒരു സ്ഥാനത്തിലേക്കാണ് സൂര്യൻ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ വൽ ഖമറ ഖദ്ദർനാഹു മനാസില ഹത്താ ആദ കൽ ഉർജൂനിൽ ഖദീം. ചന്ദ്രൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ചില ഘട്ടങ്ങൾ നൽകിയിട്ടുണ്ട്. അത് അതേപോലെ അതിൻ്റെ പഴയ സ്ഥാനത്തേക്ക് വളഞ്ഞ തണ്ട് പോലെ അത് സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുന്നു.
ലശംസു യംബഗീ ലക അൻ തുദ്രികൽ ഖമർ വലൽ ലൈലു സാബിഖുൻ നഹാർ. അല്ലാഹു പറയുകയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, സൂര്യൻ ഒരിക്കലും ചന്ദ്രനെ പ്രാപിക്കാൻ, അതിൽ അങ്ങോട്ട് കടന്നു ചെല്ലുവാൻ സാധ്യമാവുകയില്ല. ചന്ദ്രൻ തിരിച്ചും സാധ്യമാവുകയില്ല. രാവിലെ പകലിനെ മറികടക്കുവാൻ സാധ്യമാവുകയില്ല. എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് വകുല്ലുൻ ഫീ ഫലകി യസ്ബഹൂൻ, ഓരോന്നും അതിന്റെ കൃത്യമായ ഭ്രമണ പറച്ചിലാണ് നീന്തിക്കൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോന്നിനും കൃത്യമായ കണക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. രാത്രി എത്ര സമയം ഉണ്ടാകണം, പകൽ എത്ര സമയം ഉണ്ടാകണം, സൂര്യൻ എങ്ങനെ സഞ്ചരിക്കണം, ചന്ദ്രൻ ഏത് രൂപത്തിൽ സഞ്ചരിക്കണം, ഇതെല്ലാം അല്ലാഹു കൃത്യമായി കണക്കാക്കിയിട്ടുണ്ട്. എവിടെയെല്ലാം എപ്പോഴെല്ലാം എത്ര മഴ പെയ്യണമെന്ന്, എവിടെയെല്ലാം ചൂടുണ്ടാകണമെന്ന്, എവിടെയെല്ലാം തണുപ്പുണ്ടാകണമെന്ന്, ആർക്കെല്ലാം എന്തെല്ലാം എങ്ങനെയെല്ലാം സംഭവിക്കണമെന്ന്, ഇതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല കണക്കാക്കിയ കണക്കനുസരിച്ച് മാത്രമാണ് മുന്നോട്ട് പോകുന്നത്. ഒരിക്കലും അതിന് ലോകത്ത് ഒരു സൃഷ്ടിക്കും കൈകടത്താൻ സാധ്യമാകില്ല എന്ന തിരിച്ചറിവാണ് ഏറ്റവും ഒന്നാമത് നമ്മൾ ഉണ്ടാക്കേണ്ടത്. നാട്ടിൽ മഴ പെയ്യിപ്പിക്കുന്നതിനോ നാട്ടിലെ മഴ നിർത്തുന്നതിനോ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ ഒരാളെയും ഏൽപ്പിച്ചിട്ടില്ല. ചില ഔലിയാക്കൾ വിചാരിച്ചു കഴിഞ്ഞാൽ അവർക്ക് മഴ പെയ്യിക്കാൻ സാധ്യമാകും. മഴയില്ലാത്ത നാട്ടിലേക്ക് ചില ജാറങ്ങളിൽ കൊടി കൊണ്ടുപോയാൽ അവിടെ മഴ പെയ്യും. മഴ കൂടിക്കഴിഞ്ഞാൽ ഇന്ന വലിയനോട് കാര്യം ബോധിപ്പിച്ചാൽ ആ വലിയ പറഞ്ഞ് വിചാരിച്ചാൽ മഴയെ പിടിച്ചു വെക്കാൻ കഴിയും എന്നൊക്കെയുള്ള ധാരണകൾ നമ്മുടെ നാട്ടിൽ വിശ്വാസികൾ എന്ന പേരിൽ പല ആളുകളും കൊണ്ടു നടക്കുന്നുണ്ട്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത് ഇതൊന്നും ആരെയും അല്ലാഹു ഏൽപ്പിച്ചിട്ടില്ല എന്നാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൻ ഇബ്രാഹിം മരണപ്പെട്ടപ്പോൾ നാട്ടിൽ സൂര്യഗ്രഹണം ഉണ്ടായി. ആളുകൾ ചില വർത്തമാനങ്ങൾ പറഞ്ഞു, ഇബ്രാഹിമിന്റെ പ്രവാചകന്റെ മകന്റെ മരണത്തിൽ സൂര്യന് പോലും സങ്കടപ്പെട്ടിരിക്കുന്നുവെന്ന്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനങ്ങൾ ഒരുമിച്ച് കൂട്ടി പറഞ്ഞത്, ഇന്ന ശംസ വൽ ഖമറ ആയതാനി മിൻ ആയാതില്ലാ, നിശ്ചയമായും സൂര്യനും ചന്ദ്രനും എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ രണ്ട് ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ട രണ്ട് ദൃഷ്ടാന്തങ്ങൾ മാത്രമാണ്. ലാ യഖ്സിഫാനി ലിമൗതി അഹദിഹിമാ വലാ ലിഹയാത്, ഒരാളുടെയും ജീവനത്തിനെയും ഒരാളുടെയും മരണത്തിനെയും ഇതിന്റെ ക്രമങ്ങളിൽ യാതൊരു ബന്ധവുമില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു. ഭൂമിയിലുള്ള ഒരാൾക്ക്, സൃഷ്ടികളിൽ ഒരാൾക്കും ഈ കാര്യത്തിൽ ഒരു കൈകടത്തലും സാധ്യമാവുകയില്ല. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രം നിശ്ചയിക്കുന്നതാണ് എന്ന ബോധ്യമാണ് നമ്മൾക്ക് ഉണ്ടാകേണ്ടത്. എന്നാൽ ഇതേ സമയത്ത് തന്നെ ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ, ചില നാട്ടിലെ വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോൾ, ചില നാട്ടിൽ ഉരുൾപൊട്ടലുകൾ ഉണ്ടാകുമ്പോൾ, കുറെ പാവങ്ങളും അല്ലാത്തവരുമായ ആളുകളൊക്കെ മരണപ്പെടുമ്പോൾ ഇവിടെ വേറെ ചില ആളുകളുണ്ട് പരിപൂർണമായും ദൈവത്തെ നിഷേധിക്കാൻ വേണ്ടിയിട്ട്. ദൈവം എന്തൊരു ക്രൂരനാണ്, ഇത്രയും സാധുക്കളായ ആളുകളെയൊക്കെ ഇല്ലാതാക്കി കളഞ്ഞില്ലേ, ഒരു നാടിനെ മൊത്തം നശിപ്പിച്ചു കളഞ്ഞില്ലേ, ഇവിടെയൊക്കെ എങ്ങനെ സംഭവിക്കും, ദൈവം കിടന്നുറങ്ങുകയായിരുന്നോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനെ തന്നെ പരിപൂർണമായി നിഷേധിക്കുന്ന, ദൈവനിഷേധത്തിന് ഒരു കാരണമാക്കി എടുക്കുന്ന ചില ആളുകൾ നമ്മുടെ നാട്ടിൽ പൊന്തി വരാറുണ്ട്. അത്തരം ആളുകൾ തിരിച്ചു ചോദിക്കാനുള്ളത്, ശരി, നിങ്ങൾ പറയുന്നത് ശരിയാണെങ്കിൽ, അള്ളാഹു ഇല്ല എങ്കിൽ, ദൈവമില്ല എങ്കിൽ ഈ നാട്ടിൽ ഒന്നും സംഭവിക്കാതിരിക്കില്ലേ? അള്ളാഹു ഇല്ലായിരുന്നെങ്കിൽ, ദൈവമില്ലായിരുന്നെങ്കിൽ ഈ കണ്ട ദുരന്തങ്ങൾക്ക് ആര് ചെയ്തു, എപ്പോൾ ചെയ്യിച്ചു, എന്ത് ചെയ്യിച്ചു എന്നാണ് നിങ്ങൾ പറയുക? വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ മുമ്പിൽ കൃത്യമായൊരു വിശ്വാസമുണ്ട്. എന്ത് സംഭവിച്ചാലും ഇതെന്റെ റബ്ബിന്റെ തീരുമാനമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഉദ്ദേശിച്ചത് മാത്രമേ ഇവിടെ നടക്കുകയുള്ളൂ. അതിൽ പരിപൂർണമായും തൃപ്തിപ്പെടാൻ ആ വിശ്വാസിക്ക് സാധ്യമാകും. എന്നാൽ ഒരു ദൈവനിഷേധിയെ സംബന്ധിച്ചിടത്തോളം അവരുണ്ടാകുന്ന അപകടങ്ങളിൽ, നാട്ടിലുണ്ടാകുന്ന പ്രയാസങ്ങളിൽ അവരാരെയാണ് പഴിക്കുക? അവരെങ്ങനെയാണ് അതിലൊരു ആശ്വാസം കൊള്ളുക? അതുകൊണ്ട് തന്നെ അത്തരം ബാലിശമായ ചിന്തകളിലേക്കൊന്നും പോകാതെ തങ്ങൾക്ക് എന്തെങ്കിലും അപകടമുണ്ടാകുമ്പോൾ അത് അള്ളാഹുവിനെ നിഷേധിക്കുന്ന, ധിക്കരിക്കുന്ന അവസ്ഥയിലേക്ക് പോകാതെ ഇതെല്ലാം റബ്ബ് നിശ്ചയിച്ചതാണ്, അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച പോലെ മാത്രമേ ഇതെല്ലാം നടക്കുകയുള്ളൂ എന്ന് തിരിച്ചറിയണം ഒന്നാമതായി നമ്മൾ ചെയ്യേണ്ടത്. രണ്ടാമതായി ഈ തിരിച്ചറിവ് ഉണ്ടാകുമ്പോൾ അതിന് ഉപോൽ ഘടകമായി വിശ്വാസിയുടെ മനസ്സിലേക്ക് വരേണ്ടത് തനിക്ക് റബ്ബ് നൽകിയ ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട്. ആ അനുഗ്രഹങ്ങളിൽ പരിപൂർണമായും നന്ദി കാണിക്കാനായിരിക്കണം വിശ്വാസിക്ക് സാധ്യമാകേണ്ടത്. കാരണം നന്ദി കാണിച്ചു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കുള്ള അനുഗ്രഹങ്ങളെ അധികരിപ്പിച്ച് നൽകും. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിച്ചതായ വളരെ വലിയൊരു തത്വമുണ്ട്. സൂറത്ത് ഇബ്രാഹിമിന്റെ 7-ാമത്തെ വചനത്തിൽ, വഇദ് തഅദ്ദന റബ്ബുക്കും ലഇൻ ശകർതും ലഅസീദന്നകും, നിങ്ങളുടെ റബ്ബ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്ന, അറിയിച്ചിരിക്കുന്ന കാര്യം എന്താണ്? ലഇൻ ശകർതും ലഅസീദന്നകും, നിങ്ങൾ റബ്ബിനോട് നന്ദി കാണിച്ചാൽ അവൻ നിങ്ങൾക്ക് അധികരിപ്പിച്ചു നൽകുമെന്നാണ്. വാഹനത്തിന്റെ പിന്നിൽ ഒട്ടിച്ചു വെക്കാനുള്ള സ്റ്റിക്കർ അല്ല ഈ ആയത്ത്, നമുക്കൊരു തിരിച്ചറിവാണ് ഈ ആയത്ത് നൽകേണ്ടത്.
അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളില്ലേ, ആ അനുഗ്രഹങ്ങൾക്ക് പരിപൂർണമായും റബ്ബിന് നന്ദി കാണിക്കേണ്ടതുണ്ട്. എത്രയൊക്കെ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടോ അത്രയധികം നിങ്ങൾ റബ്ബിലേക്ക് കൂടുതൽ നന്ദി കാണിക്കുന്നവരായിക്കൊണ്ട് മാറേണ്ടതുണ്ട്. എങ്ങനെയാണ് നന്ദി കാണിക്കേണ്ടത്? അള്ളാഹുവിന് ഇബാദത്ത് എടുത്തുകൊണ്ട്, നമസ്കരിച്ചുകൊണ്ട്, പാവങ്ങളെ സഹായിച്ചുകൊണ്ട്, ധാരാളമായി കൊണ്ട് ഇബാദത്ത് അധികരിപ്പിച്ചുകൊണ്ടായിരിക്കണം റബ്ബിനെ സഹായിക്കേണ്ടത്, റബ്ബിനെ നന്ദി കാണിക്കേണ്ടത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാലിൽ നീര് വരുവോളം നമസ്കരിച്ചപ്പോൾ മഹദി ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പ്രവാചകനോട് ചോദിച്ചില്ല, റസൂലേ, എന്തിനാണ് താങ്കൾ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? എന്തിനാണ്? താങ്കളുടെ പാപങ്ങളെല്ലാം അള്ളാഹു പുറത്തു നൽകിയിട്ടുണ്ടല്ലോ, പിന്നെ എന്തിനാണ്? അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത മറുപടി, എൻ്റെ പാപങ്ങളെല്ലാം പടച്ചവന് പുറത്തു തന്നിരിക്കുന്നു, എന്നോട് എൻ്റെ റബ്ബ് ഒരുപാട് അനുഗ്രഹം ചെയ്തിരിക്കുന്നു, അതുകൊണ്ട് അഫല അകൂന അബ്ദൻ ശക്കൂറ, എനിക്ക് കുറേ അനുഗ്രഹം നൽകിയ റബ്ബിനോട് ഞാൻ നന്ദി കാണിക്കുന്നവനാകണ്ടേ ആയിഷ എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. സഹോദരിമാരെ, ഈ ഒരു ബോധ്യത്തിലേക്ക് നമ്മൾ തിരിച്ചു വരേണ്ടതുണ്ട്. നമ്മൾക്ക് അള്ളാഹു നൽകിയ ധാരാളം അനുഗ്രഹങ്ങളില്ലേ, ആ അനുഗ്രഹങ്ങൾക്ക് നമ്മൾ നന്ദി കാണിക്കണം. നന്ദി കാണിക്കുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ അടിമയാകുന്നത്. അതല്ലാതെ നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളിൽ മതിമറന്നുകൊണ്ട് അതെല്ലാം മറന്ന് റബ്ബിനെ നിഷേധിക്കുന്ന ധിക്കരിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മൾ പോകരുത്. ഒരു കല്യാണം വരുമ്പോൾ, ഒരാഘോഷം വരുമ്പോൾ അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹത്തിന്റെ ദിവസത്തെ പരിപൂർണമായും റബ്ബിനെ മറക്കുന്ന അവസ്ഥകൾ നമ്മുടെ നാടുകളിൽ ഉണ്ടാകുന്നുണ്ട്. കല്യാണമായി കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും ഇഷ്ടപ്പെടാത്ത, പടച്ചറബ് പൊറുക്കാത്ത രൂപത്തിലുള്ള പോലും കാര്യങ്ങൾ ചില ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നാട്ടുകാരെ പ്രയാസപ്പെടുത്തിക്കൊണ്ട്, കുടുംബക്കാരെ പ്രയാസപ്പെടുത്തിക്കൊണ്ട് ആഘോഷങ്ങൾ എന്ന പേരിൽ പലതരം തോന്നിവാസങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ആണും പെണ്ണും ഇടകലർന്നുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹറാമാക്കിയ കാര്യങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. സംഗീത കച്ചേരികൾ, അത്തരം കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. എല്ലാ തോന്നിവാസങ്ങൾ നടക്കുന്ന ഇടങ്ങളായിക്കൊണ്ട് നമസ്കാരമില്ലാതെ റബ്ബിനെ കുറിച്ച് ഓർക്കാത്ത രൂപത്തിലുള്ള സരസ്സുകൾ നമ്മുടെ നാട്ടിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അനുഗ്രഹങ്ങൾ ലഭിക്കുമ്പോൾ റബ്ബിനെ മറക്കുകയാണ് ആളുകൾ ചെയ്യുന്നത്. എന്നാൽ നേരെ തിരിച്ച് അനുഗ്രഹങ്ങൾ ലഭിക്കുമ്പോഴെല്ലാം അള്ളാഹുവിനെ ഓർക്കണമെന്ന ചിന്തയാണ് സഹോദരന്മാരെ ഇത്തരം സന്ദർഭങ്ങൾ നമ്മളിലേക്ക്, നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരേണ്ടത്. മൂന്നാമതായി, അധികരിച്ചു നൽകുന്ന ഇത്തരം അപകടങ്ങൾ, ഇത്തരം ദുരന്തങ്ങൾ, പ്രകൃതി ദുരന്തങ്ങളൊക്കെ നമ്മളെ ചിന്തിപ്പിക്കേണ്ട ഒരു വലിയൊരു സത്യമുണ്ട്, യാഥാർത്ഥ്യമുണ്ട്. അത് പരലോകത്തെക്കുറിച്ചുള്ള ചിന്തയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് മടങ്ങേണ്ടവനാണ് എന്ന ബോധ്യമാണ് നമുക്ക് ഏറ്റവും പ്രധാനമായി നൽകേണ്ടത്. കാരണം എന്താണ്? അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അന്ത്യനാളിൻ്റെ അടയാളങ്ങളിൽ ഒന്നായിക്കൊണ്ടാണ് അപകടങ്ങൾ അധികരിക്കുന്നതിനെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി ഇമാം ബുഖാരിയുടെ ഹദീസിൽ കാണാം, ലാ തഖൂമു സ്സാഅ, അന്ത്യനാൾ സംഭവിക്കുകയില്ല, ഹത്താ യുഖ്ബദൽ ഇൽമ്, അറിവ് അത് പിടിപ്പിക്കപ്പെടുന്നത് വരെ അന്ത്യനാൾ സംഭവിക്കുകയില്ല. വതക്സുറ സലാസിൽ, ഭൂകമ്പങ്ങൾ അധികരിക്കും വരെയും അന്ത്യനാൾ സംഭവിക്കുകയില്ല. വയതഖാറബു സമാൻ, സമയം ചുരുക്കപ്പെടും വരെയും അന്ത്യനാൾ സംഭവിക്കുകയില്ല. വതദ്ഹറുൽ ഫിതൻ, നാട്ടിൽ കുഴപ്പങ്ങൾ അധികരിക്കും വരെയും അന്ത്യനാൾ സംഭവിക്കുകയില്ല. വയക്സുറുൽ ഹറജ്, സമൂഹത്തിൽ കൊലപാതകങ്ങൾ അധികരിക്കും വരെയും നാട്ടിൽ അന്ത്യനാൾ സംഭവിക്കുകയില്ല. അതേപോലെ തന്നെ ഹത്താ യുക്സറു ഫീകുമുൽ മാൽ ഫയഖ്ബിദു, ആളുകൾക്കിടയിൽ സമ്പത്ത് അധികരിക്കും വരെ അന്ത്യനാൾ സംഭവിക്കുകയില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓരോ കാര്യങ്ങളായി എണ്ണി പറഞ്ഞിട്ടുണ്ട്. സഹോദരന്മാരെ, ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇതിലേത് കാര്യമാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നടക്കാത്തായിട്ടുള്ളത്? ഭൂകമ്പങ്ങൾ അടിക്കടിക്ക് ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ ദിവസേന എന്നോണമുള്ള രൂപത്തിൽ ഭൂകമ്പത്തിൻ്റെ വാർത്തകൾ നമ്മൾ കേട്ടുകൊണ്ടേയിരിക്കുകയാണ്. അതേപോലെ തന്നെ പ്രകൃതി ദുരന്തങ്ങൾ ഇടയ്ക്കിടെ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. നിങ്ങൾ നോക്കൂ, ഏത് വർഷമാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ കേരളത്തിൽ മഴവെള്ളത്തിൻ്റെ, വെള്ളപ്പൊക്കത്തിൻ്റെ, ഉരുൾപൊട്ടലിൻ്റെ പ്രയാസങ്ങളില്ലാത്ത ഏത് വർഷമാണ് ഇപ്പോൾ കടന്നു പോയിട്ടുള്ളത്? ഈ വർഷം ഉണ്ടായിട്ടുണ്ട്, കഴിഞ്ഞ വർഷം ഉണ്ടായിട്ടുണ്ട്, അതിന് മുമ്പത്തെ വർഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 2017, 2018 മുതൽ ഇങ്ങോട്ട് എല്ലാ വർഷങ്ങളിലും നമ്മളിത് നിരന്തരമായി കൊണ്ട് കേട്ടുകൊണ്ടേയിരിക്കുന്നു. അധികരിച്ചു വരികയാണ് പ്രകൃതിക്ഷോഭങ്ങൾ. സമൂഹത്തിൽ അറിവുള്ള ആളുകൾ കുറഞ്ഞു വരുന്നു. അതേപോലെ തന്നെ കുഴപ്പങ്ങൾ അധികരിച്ചു കൊണ്ടേയിരിക്കുന്നു. കൊലപാതകങ്ങൾ അധികരിക്കുന്നു. ഒരാൾ എന്തിന് കൊല്ലപ്പെട്ടു എന്ന് പോലും അറിയാത്ത രൂപത്തിലുള്ള കൊലപാതകങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുന്നു. സമ്പത്ത് ഒഴുകുകയാണ്. എല്ലാവരുടെ കയ്യിലും ആവശ്യത്തിലധികം സമ്പത്ത് വാരിക്കോറി ലഭിക്കുന്ന രൂപത്തിലുണ്ട്. ഇതെല്ലാം നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് സംഭവിക്കും വരെ അന്ത്യനാൾ സംഭവിക്കില്ല എന്നാണ് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്. അപ്പോൾ നമ്മൾ ഭയക്കണം. അന്ത്യനാളെന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച യാഥാർത്ഥ്യമാണ്. ഈമാനിന്റെ അടിസ്ഥാനങ്ങളിൽ, അർക്കാനുകളിൽ അഞ്ചാമതായിക്കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് അന്ത്യനാളിലുള്ള വിശ്വാസമാണ്.
പരലോകം സംഭവിക്കുമെന്നുള്ളത് എന്ന വിശ്വാസം നമ്മളെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ആ വിശ്വാസം ഊട്ടിയുറപ്പിക്കുവാൻ, ആ വിശ്വാസം ഊട്ടിയുറക്കുമ്പോൾ ആ അന്ത്യനാൾ സംഭവിക്കുമെന്ന യാഥാർത്ഥ്യത്തെ ബോധ്യപ്പെട്ടുകൊണ്ട് ഉൾക്കൊണ്ടുകൊണ്ട് നന്മകളിൽ നന്നായി മുന്നേറുവാനായിരിക്കണം ഒരു വിശ്വാസിക്ക് ഇത്തരം സംഗതികൾ നമ്മളെ മനസ്സിലാക്കി നൽകേണ്ടത്. സഹോദരന്മാരെ, നാലാമതായി ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആവർത്തിച്ചു വരുന്ന പ്രകൃതി ദുരന്തങ്ങൾ, അപകട വാർത്തകൾ നമ്മളെ ചിന്തിപ്പിക്കേണ്ട പരമപ്രധാനമായ വിഷയം തിന്മകളിൽ നിന്നും മാറി നിൽക്കാനുള്ള ചിന്തയാണ്. തിന്മകളിൽ നിന്നും മാറി നിൽക്കാനുള്ള ചിന്ത. ഹറാമുകൾക്ക് ഒരു അറുതി വരുത്തണം, തോന്നിവാസങ്ങൾക്ക് ഒരു അന്ത്യം ഉണ്ടാക്കണം. ഇതിങ്ങനെ ഏത് രൂപത്തിലും എപ്പോഴും എന്തും ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ തോന്നിവാസങ്ങളിൽ പെരുകുന്ന അവസ്ഥ നമുക്ക് ഉണ്ടാകുവാനേ പാടില്ല. കാരണം എപ്പോഴാണ് ഇത് സംഭവിക്കുക എന്ന് നമുക്കൊരാൾക്കും പറയാൻ കഴിയും. നിങ്ങൾ നോക്കൂ, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വെള്ളപ്പൊക്കമുണ്ടായ സ്ഥലങ്ങളൊക്കെ ഒരിക്കലും ഇവിടെയൊന്നും വെള്ളം കയറൂലാന്ന് വിചാരിച്ച സ്ഥലങ്ങൾ വരെ ഭൂമിശാസ്ത്രപരമായി വളരെ ഉയരത്തിലുള്ള സ്ഥലങ്ങളിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ട്. അവരുടെ വീടുകൾ പകുതിയും മുക്കാലും പരിപൂർണമായും ഒക്കെ മുങ്ങുന്ന അവസ്ഥയിൽ. ഇനി ഇപ്പോഴൊന്നും സംഭവിക്കൂല എന്ന് വിചാരിച്ച് ഇനി വരാനിരിക്കുന്ന സീസണിന് വേണ്ടിയിട്ട് കച്ചവടം നടത്താൻ വേണ്ടി ലക്ഷക്കണക്കിന് സാധനങ്ങൾ തൊട്ട് മുമ്പത്തെ ദിവസം വാങ്ങി വെച്ചിട്ടേ ഉള്ളൂ. കാരണം വലിയ ലാഭം പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ തൊട്ടടുത്ത ദിവസം മഴ അധികമായി പെയ്തു. എപ്പോഴാണ്? അതിന് സമയമില്ല. ഏത് സമയത്ത് എപ്പോഴാണ് സംഭവിക്കുക എന്നത് ഒരിക്കലും പറയുവാൻ സാധ്യമാകാത്ത കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചില്ലേ ഏത് സമയത്താണ് അള്ളാഹുവിൻ്റെ ശിക്ഷകൾ എന്ന രൂപത്തിലും പരീക്ഷണം എന്ന രൂപത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പരീക്ഷണം ഇറങ്ങുന്നത് എപ്പോഴാണ്, ഏത് സമയത്താണ് ഒരിക്കലും പറയാൻ സാധ്യമാവുകയില്ല. അഫഅമിന അഹ്ലുൽ ഖുറ അൻ യഅതിയഹും ബഅസുനാ ബയാതൻ വഹും നായിമൂൻ. ഉറങ്ങിക്കിടക്കുന്ന സമയത്താണ് ചില ആളുകളിൽ അപകടങ്ങൾ സംഭവിക്കുന്നത്, പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടാകുന്നത്, അള്ളാഹുവിന്റെ ശിക്ഷ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് ഉറങ്ങുമ്പോൾ ഒന്നും സംഭവിക്കില്ല എന്ന് ഒരാൾക്കും വിശ്വസിക്കുവാൻ സാധ്യമാവുകയില്ല. കളിച്ചുകൊണ്ടിരിക്കെ പ്രഭാതോദയ സമയത്ത്, ദുഹാ സമയത്താണ് ചില നാടുകളിൽ അള്ളാഹുവിന് ശിക്ഷ ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഏത് സമയത്ത് എപ്പോൾ എങ്ങനെ സംഭവിക്കുമെന്ന് ഒരാൾക്കും പറയാൻ കഴിയുകയില്ല. നിങ്ങൾ നോക്കൂ, രാത്രി കിടന്നുറങ്ങുമ്പോൾ 12 മണി സമയത്താണ് ഈരാറ്റുപേട്ട പോലുള്ള സ്ഥലങ്ങളിലൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ വെള്ളം കയറിയത്. കിടന്നുറങ്ങുന്ന സമയത്ത് ഒരു മുന്നറിയിപ്പ് പോലുമില്ല. എപ്പോൾ എങ്ങനെ സംഭവിക്കുമെന്ന് ഒരാൾക്കും അറിയില്ല. സഹോദരന്മാരെ, നമ്മുടെ വീട്ടിൽ നമ്മൾ ഭാര്യയെയും മക്കളെയും കൂട്ടിക്കൊണ്ട് സുഖമായി കിടന്നുറങ്ങുന്ന സമയത്ത് നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും സംഭവിക്കില്ല എന്ന് ആർക്കാണ് പറയാൻ കഴിയുക? അതുകൊണ്ട് ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം. എന്തെങ്കിലും സംഭവിച്ചിട്ട് ഒരു പിന്തിരിഞ്ഞു പോക്ക്, ഒരു തിരിഞ്ഞു പോക്ക് ഒരിക്കലും സാധ്യമാവുകയില്ല. ജീവിതത്തിൽ ചെയ്യുന്ന തിന്മകൾ ഇപ്പോൾ അവസാനിക്കാൻ, ഈ നിമിഷം അവസാനിപ്പിക്കുവാൻ നമ്മൾക്ക് സാധ്യമാകണം. കുറച്ച് കഴിയട്ടെ എന്ന് വിചാരിക്കാൻ സഹോദരന്മാരെ, സഹോദരിമാരെ, നമുക്ക് സമയം കിട്ടിക്കൊള്ളണമെന്നില്ല. നാളെയാകാമെന്ന്, മറ്റന്നാളാകാമെന്ന് വിചാരിച്ചാൽ ആ നാളെയോ മറ്റന്നാളോ നമ്മൾ ബാക്കിയുണ്ടാകുമെന്ന് ആർക്കാണ് ഉറപ്പുള്ളത്? ആളുകൾ എന്തെല്ലാം പ്രതീക്ഷയിൽ എന്തെല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട്, അതെല്ലാം നിമിഷ നേരം കൊണ്ട് ഇല്ലാതാകുന്ന അവസ്ഥാവിശേഷങ്ങൾ. എല്ലാ പ്രതീക്ഷകളും തകർത്ത് തരിപ്പണമാകുന്ന രൂപത്തിലാണ് പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് സഹോദരന്മാരെ, തിന്മകളിൽ നിന്നും പരിപൂർണമായും പിന്തിരിയാൻ കഴിയേണ്ടതുണ്ട്. ഇത്തരം കാര്യങ്ങൾക്കൊന്നും മനുഷ്യനുണ്ടാക്കി വെച്ച മുൻകരുതലുകൾക്ക് ഇതിനെയൊക്കെ തളർത്തിക്കളയാൻ കഴിയുമെന്ന് നമ്മൾ ആരും വിചാരിക്കേണ്ടതില്ല. വഖുലിഖൽ ഇൻസാന ദഈഫ, മനുഷ്യൻ അതിദുർബലനാണ്. അങ്ങനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ പടച്ചിരിക്കുന്നത് എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിട്ടുണ്ട്. എൻ്റെ വീട് വളരെ ഉയരത്തിലാണ്, എൻ്റെ വീട് ഞാൻ വളരെ ഭയങ്കര വില കൊടുത്തുകൊണ്ട് എല്ലാ പ്രൊട്ടക്ഷനും ഉണ്ടാക്കിയിട്ടുണ്ട്. എൻ്റെ കാർ എങ്ങനെയാണ്, എനിക്ക് അങ്ങനെയുണ്ട്, എനിക്കിങ്ങനെയുണ്ട്, കുറേ സൗകര്യങ്ങളുണ്ട്. ഇതൊന്നും സഹോദരന്മാരെ നമുക്ക് രക്ഷപ്പെടാൻ കഴിയുന്ന കാര്യങ്ങളല്ല. എല്ലാവരും നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഖാറൂനും ഹാമാനും പോലെയുള്ള കിങ്കരന്മാർ എന്തെല്ലാം സൗകര്യങ്ങൾ ഉണ്ടായിരുന്നു. ഫിർഔനില്ലാത്ത സൗകര്യങ്ങൾ, പ്രൊട്ടക്ഷനുകൾ എന്തായിരുന്നു? പക്ഷേ അവരെല്ലാം നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഓർമ്മപ്പെടുത്തൽ നമ്മൾക്കെല്ലാം നൽകിയിട്ടുണ്ട്. എപ്പോൾ ഏത് രൂപത്തിൽ ആളുകൾ നശിപ്പിക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും. നമുക്ക് പഠിപ്പിക്കാൻ, നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയില്ല എന്നാണ്. സൂറത്തുൽ അൻകബൂത്തിന്റെ 40-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കാര്യം പഠിപ്പിക്കുന്നുണ്ട്. ഫകുല്ലൻ അഖദ്നാ ബിദംബിഹി, എല്ലാവരും അവരവരുടെ തിന്മകൾ കൊണ്ടാണ് പിടിക്കപ്പെട്ടിട്ടുള്ളത്. തൊട്ട് മുമ്പ് ഒരു 5-6 ആയത്തുകൾക്ക് മുമ്പ് ലൂത്ത് അലൈഹിസ്സലാത്തു വസ്സലാം, ശുഐബ് അലൈഹിസ്സലാത്തു വസ്സലാം, അവരുടെ സമൂഹം, ആദ് സമൂഹം, സമൂദ് ഗോത്രം, ഫിർഔന്, ഹാമാന്, ഖാറൂന് തുടങ്ങിയ ആളുകളുടെയൊക്കെ സംഭവങ്ങൾ ഇങ്ങനെ പറഞ്ഞു വന്ന് അതിനുശേഷം അല്ലാഹു പഠിപ്പിക്കുന്ന ഫകുല്ലൻ അഖദ്നാ ബിദംബിഹി, ഈ പറയപ്പെട്ട ആളുകളെല്ലാം
അവരുടെ തിന്മകൾ കാരണത്താലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെയൊക്കെ പിടിച്ചിട്ടുള്ളത്. അവരുടെ തിന്മകൾ കാരണത്താൽ. ഫമിൻഹും മൻ അർസൽനാ അലൈഹി ഹസിബ, ചില ആളുകൾക്ക് അല്ലാഹു ചരൽക്കല്ല് വർഷമാണ് അവരിലേക്ക് അയച്ചത്. വമിൻഹും മൻ അഖദ്നാഹു സൈഹ, ചില ആളുകളിലേക്ക് ഘോര ശബ്ദം പറഞ്ഞയച്ചാണ് അള്ളാഹു അവരെ നശിപ്പിച്ചിട്ടുള്ളത്. വമിൻഹും മൻ ഖസഫനാ ബിഹിൽ അർള, ചില ആളുകളെ ഭൂമി താഴേക്ക് അവരെയും കൊണ്ട് ആഴ്ച പോവുകയാണ് ചെയ്തത്. വമിൻഹും മൻ അഗ്റഖ്ന, ചില ആളുകളെ അള്ളാഹു സുബ്ഹാനഹു വ തആല വെള്ളപ്പൊക്കത്താൽ മുക്കി നശിപ്പിക്കുകയാണ് ചെയ്തത്. ഇങ്ങനെയൊക്കെ മുൻകഴിഞ്ഞ ആളുകളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ശിക്ഷ ഇറക്കിയിട്ടുണ്ട്. നമ്മുടെ നാട്ടിലൊരു കാര്യമുണ്ടാകുമ്പോൾ ഇത് ശിക്ഷയാണോ പരീക്ഷണമാണോ അനുഗ്രഹമാണോ എന്നൊന്നും നമുക്ക് തിരിച്ചറിയാൻ കഴിയില്ല. പക്ഷേ ഇങ്ങനെയൊക്കെ നശിപ്പിക്കപ്പെട്ട സമൂഹം മുമ്പുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഒരു നശിപ്പിക്കൽ ഏത് നിമിഷം എപ്പോൾ ഏത് സമയത്ത് കടന്നു വരുമെന്ന് നമുക്കൊരാൾക്കും ഉറപ്പില്ല. അങ്ങനെ ഒന്ന് വന്നു കഴിഞ്ഞാൽ സഹോദരന്മാരെ സഹോദരിമാരെ, അതിൽ നിന്ന് രക്ഷപ്പെടാൻ നമ്മൾക്കാർക്കും സാധ്യമാവുകയില്ല. കോടിപതികളായ ആളുകൾ തങ്ങളുടെ വീട് മുങ്ങിയിട്ട് വിലപിടിപ്പുള്ള കാറ് വെള്ളത്തിലായിട്ട് ബിരിയാണി ചെമ്പിൽ കയറിയിരുന്നു കൊണ്ട് രക്ഷപ്പെട്ട കഥകളൊക്കെ വാർത്തകളൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കഴിഞ്ഞ വർഷങ്ങളിൽ വായിച്ചിട്ടുണ്ട്. ഒന്നും ഒരാളുടെ നേട്ടവും ഒരാളുടെ അധികാരങ്ങളും ഒരാളുടെ സൗകര്യങ്ങളും അള്ളാഹുവിൻ്റെ ശിക്ഷയെ തൊട്ട് അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങളെ തൊട്ട് തടുക്കാൻ സാധ്യമാകുന്നതല്ല. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മുടെ ഉള്ളിൽ ഒരു പിൻവിളിയാണ് ആവശ്യം. തിന്മയിൽ നിന്ന് മാറാൻ സമയമായിട്ടുണ്ട്. എൻ്റെ ഹറാമ് കാണുന്നത്, ഞാൻ ഹറാമ് കേൾക്കുന്നത്, ഹറാമ് ചെയ്യുന്നത് എൻ്റെ കച്ചവടത്തിലെ, എൻ്റെ ഇടപാടിലെ, എൻ്റെ പെരുമാറ്റത്തിലെ, എൻ്റെ കുടുംബജീവിതത്തിലെ എല്ലാത്തിലുമുള്ള പുഴുക്കുത്തകൾ, തിന്മകൾ അതെല്ലാം മാറ്റിവെക്കാൻ എനിക്ക് സമയമായിട്ടുണ്ട്. എല്ലാം റബ്ബിനോട് ഏറ്റുപറഞ്ഞുകൊണ്ട്, പടച്ച റബ്ബേ, ഇതെല്ലാം എൻ്റെ അറിവില്ലായ്മ കൊണ്ട് ഞാൻ ചെയ്തു പോയതാണ്, നീ എനിക്ക് പുറത്തു നൽകണമെന്ന് ആത്മാർത്ഥമായി കൊണ്ട് റബ്ബിലേക്ക് കേറിച്ച് മടങ്ങാൻ, പിന്നീട് അങ്ങോട്ട് നന്മകൾ അധികരിപ്പിക്കുവാൻ സഹോദരന്മാരെ നമ്മൾക്ക് സമയമായിട്ടുണ്ട്. അതുകൊണ്ട് ആ തിരിച്ചറിവ് കൂടി ഉണ്ടാക്കിയെടുത്തായിരിക്കണം നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. പിന്നീട് അങ്ങോട്ട് നമ്മൾ ചിന്തിക്കേണ്ടത് ഇതിൻ്റെ പ്രതിവിധികളെക്കുറിച്ചാണ്. ഇത്തരം അവസ്ഥകൾ ഉണ്ടാകുമ്പോൾ എന്താണ് ഇതിൻ്റെ പ്രതിവിധി? ആ പ്രതിവിധി വിശുദ്ധ ഖുർആൻ കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. ആ പ്രതിവിധി സഹോദരന്മാരെ സഹോദരിമാരെ, അത് ഇസ്തിഗ്ഫാറാണ്, പാപമോചനമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നാട്ടിലേക്ക് ഉണ്ടാക്കുന്ന കാര്യങ്ങളിൽ ശിക്ഷയായിക്കൊണ്ട് നമ്മളിലേക്കൊന്നും ഭവിക്കാതിരിക്കാൻ നമ്മൾ ചെയ്യേണ്ട കാര്യം അത് ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കലാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അൻഫാലിന്റെ 33-ാമത്തെ വചനത്തിൽ പഠിപ്പിച്ചു, വമാ കാന അല്ലാഹു ലിയുഅദ്ദിബഹും വഅൻത ഫീഹിം, റസൂലേ, താങ്കൾ ആ സമൂഹത്തിൽ ഉണ്ടായിരിക്കുന്നിടത്തോളം കാലം ആ നാട്ടിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നാകെ മുച്ചൂടും ആ നാടിനെ അല്ലാഹു നശിപ്പിക്കുകയില്ല, റബ്ബിന്റെ ശിക്ഷ ഇറക്കുകയില്ല. വമാ കാന അല്ലാഹു മുഅദ്ദിബഹും വഹും യസ്തഗ്ഫിറൂൻ, റസൂലേ, താങ്കളുടെ സമൂഹം ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുന്നിടത്തോളം കാലം അവരിൽ ഒരിക്കലും അള്ളാഹുവിൻ്റെ ശിക്ഷ പരിപൂർണമായും ഇറങ്ങില്ല എന്ന് അള്ളാഹുവിൻ്റെ വാഗ്ദാനമാണ്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, കാന ഫിൽ അർളി അമാനാനി മിൻ അദാബില്ലാ, ഭൂമിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അദാബിനെ, അള്ളാഹുവിൻ്റെ ശിക്ഷയെ തടയുന്ന 2 രക്ഷാകവചങ്ങൾ ഉണ്ടായിരുന്നു. ഫറുഫിയ അഹദുഹുമാ, അതിൽ ഒന്ന് അല്ലാഹു സുബ്ഹാനഹു ഉയർത്തിയിട്ടുണ്ട്. ഫദൂനകുമുൽ ആഖിർ, രണ്ടാമത്തേത് ഇപ്പോഴും നിങ്ങളിൽ ബാക്കിയുണ്ട്. ഒന്നാമത്തേത് ഫതമസ്സകൂ ബിഹി, നിങ്ങൾ അതിനെ മുറുകെ പിടിക്കണമെന്നാണ്. വഅമ്മൽ മർഫൂ, അല്ലാഹു ഉയർത്തിക്കളഞ്ഞ ഉയർത്തപ്പെട്ട കാര്യം ഫറസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. വഅമ്മൽ ബാഖി മിൻഹുമാ ഫൽ ഇസ്തിഗ്ഫാർ, ബാക്കിയായ കാര്യം അത് ഇസ്തിഗ്ഫാറാണ്, പാപമോചനമാണ്. ഫതമസ്സകൂ ബിഹി, നിങ്ങൾ അതിനെ മുറുകെ പിടിക്കണം. അതുകൊണ്ട് ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കണം. അസ്തഗ്ഫിറുല്ലാഹ് 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 എന്ന് ശരിക്ക് കൃത്യമായി വ്യക്തമാകാത്ത രൂപത്തിൽ നമസ്കാരങ്ങൾക്ക് ശേഷം ആർക്കോ വേണ്ടി അശ്രദ്ധമായി പറയുന്ന 3 ഇസ്തിഗ്ഫാറുകൾ മാത്രം ഒതുങ്ങേണ്ടതല്ല നമ്മുടെ പാപമോചനത്തേട്ടം. പടച്ചറബ് സുബ്ഹാനഹു വ തആലയോട് കരഞ്ഞ കണ്ണുനീർ വാർച്ചുകൊണ്ട്, പടച്ചറബേ, ഞാൻ തിന്മകൾ ചെയ്തു കൂട്ടിയിട്ടുണ്ട്, എൻ്റെ തിന്മകളെക്കുറിച്ച് എന്നേക്കാൾ നന്നായി അറിയുന്നവൻ നീയാണ് റബ്ബേ, എല്ലാം നീ എനിക്ക് പുറത്തു നൽകണേ. ഞാനതാ ഒരു തിരിച്ചുപോക്കിന് തയ്യാറാണ്. എൻ്റെ തിന്മകൾ കൊണ്ട് നീ എന്നെയും എൻ്റെ നാടിനെയും പിടിക്കല്ല അല്ലാ എന്ന് പടച്ചറബ് സുബ്ഹാനഹു വ തആലയോട് ആത്മാർത്ഥമായി കൊണ്ട് തേടാൻ, പ്രാർത്ഥിക്കാൻ സഹോദരന്മാരെ സഹോദരിമാരെ നമ്മൾ സന്നദ്ധമാകേണ്ടതുണ്ട്. ആ നിലക്ക്
ഗുണപാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തിൽ പടച്ചറബ് സുബ്ഹാനഹു വ തആലയെ തിരിച്ചറിഞ്ഞ് പരലോകബോധമുണ്ടാക്കി നന്മകളിൽ മത്സരിച്ച് തിന്മകളിൽ പരിപൂർണമായി മാറി നിന്നുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ദിവസങ്ങളെ മുന്നോട്ട് നീക്കുക. അങ്ങനെയാകുമ്പോൾ നമ്മുടെ നാട്ടിൽ നമുക്ക് എന്തൊക്കെ അപകടങ്ങൾ സംഭവിച്ചാലും ആ അപകടങ്ങളിലൊന്നും നമുക്ക് ദുഃഖിക്കേണ്ട, പ്രയാസപ്പെടേണ്ട അവസ്ഥ ഉണ്ടാവുകയില്ല. ഏതവസ്ഥയിലും പരിപൂർണമായും ക്ഷമിക്കാനും റബ്ബിലേക്ക് മടങ്ങാനും നമുക്ക് സന്നദ്ധമാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നിലയ്ക്ക് മനസ്സിനെ പാകപ്പെടുത്തിയെടുക്കുവാൻ നമുക്കെല്ലാം തൗഫീഖ് നൽകുമാറാകട്ടെ. എല്ലാവരുടെ ബുദ്ധിമുട്ടിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നാടിനെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചും ശ്രദ്ധിച്ചും ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. പ്രകൃതിയിൽ ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ, മഴയധികരിക്കുമ്പോൾ വിശ്വാസികൾക്ക് ഉണ്ടാക്കിയെടുക്കേണ്ട ഗുണപാഠങ്ങളെക്കുറിച്ചാണ് നമ്മൾ സൂചിപ്പിച്ചത്. അതോടൊപ്പം തന്നെ സഹോദരന്മാരെയും നമ്മൾക്കുണ്ടായിരിക്കേണ്ട 2 കാര്യങ്ങൾ കൂടി സൂചിപ്പിക്കുകയാണ്. ഒന്നാമത്തേത്, അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ ഇത്തരം സന്ദർഭങ്ങളിലെല്ലാം കൂടുതൽ വിവേകികളായി പെരുമാറുവാൻ നമ്മൾ ഓരോരുത്തർക്കും സാധ്യമാകേണ്ടതുണ്ട്. നാട്ടിൽ മുന്നറിയിപ്പുകൾ നൽകുന്നത് മഴ അധികരിക്കും, റെഡ് അലർട്ടാണ്, അല്ലെങ്കിൽ ചുഴലിക്കാറ്റ് വരാനിരിക്കുന്നുണ്ട്, ശക്തമായ മഴ ഇരിക്കുന്നുണ്ട് എന്ന് ഫോണിൽ മെസ്സേജ് വഴിയും അതേപോലെ ജില്ലാ കലക്ടറും തുടങ്ങിയ ആളുകളൊക്കെ നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നത്, ആ മുന്നറിയിപ്പുകളെ സ്വീകരിച്ചുകൊണ്ട് എല്ലാ അപകടങ്ങളിൽ നിന്നും കഴിവിൻ്റെ പരമാവധി സ്വയം സുരക്ഷ കൈവരിക്കാനും വേണ്ടിയിട്ടാണ്. അതല്ലാതെ ഒരിക്കലും ഇത്തരം അപകടങ്ങളിൽ ആഘോഷങ്ങളാക്കി മാറ്റാൻ വേണ്ടിയിട്ടില്ല. കഴിഞ്ഞ ദിവസങ്ങൾ നിങ്ങൾ നോക്കൂ, പിന്നെ വെള്ളം ഒഴുകി വരുന്ന സമയത്ത് അതിലൂടെ ഒഴുകി വന്ന ഒരു തേങ്ങ എടുക്കാൻ വേണ്ടി വെള്ളക്കെട്ടിലേക്ക് ഇറങ്ങിയിട്ട് ഒഴുകിപ്പോയ ആളെ വാർത്ത നമ്മൾ വീഡിയോ സഹിതം കണ്ടിട്ടുണ്ട്. കേവലം ഒരു തേങ്ങക്ക് വേണ്ടി സ്വന്തം ജീവന് കളയുകയാണ്. എനിക്കൊന്നും സംഭവിക്കില്ല, എനിക്ക് നന്നായി നീന്താൻ അറിയാം എന്നൊക്കെ ചില ആളുകൾക്ക് മിഥ്യാധാരണയാണ്. ഏറ്റവും നന്നായി നീന്താൻ അറിയുന്ന ആളുകളൊക്കെ പിന്നെ രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങിയിട്ട് ഒലിച്ചു പോയത് മരിച്ച വാർത്തയും എല്ലാം കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ വായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇത്തരം പിന്നെ പൊക്കമുണ്ടാകുമ്പോൾ അതിനെ മൊബൈൽ ഫോണിൽ വീഡിയോ എടുക്കാൻ, ആ കാഴ്ചകൾ കാണാനൊക്കെ ആളുകൾ ഒരു ടൂർ എന്ന രൂപത്തിലേക്ക് പോകുന്ന അവിവേകമായ പ്രവർത്തനങ്ങൾ ആളുകൾ ചെയ്തുകൊണ്ടിരിക്കും. നമ്മളതിൽ ഉൾപ്പെടാൻ വേണ്ടി പാടില്ല. വെള്ളക്കെട്ടുകൾ ഉണ്ടാകുമ്പോൾ, വെള്ളം അധികരിക്കുമ്പോൾ ആ വെള്ളത്തിൽ ഇറങ്ങി കളിക്കുന്ന കുട്ടികളെ നമ്മൾ മാറാൻ വേണ്ടി പാടില്ല. ലീവ് പ്രഖ്യാപിക്കുന്നത് നമുക്ക് കളിക്കാനും ആഘോഷിക്കാനും വേണ്ടിയല്ല, മറിച്ച് നമ്മൾ സുരക്ഷിതരാകാനും വേണ്ടി, കൂടുതൽ റബ്ബിലേക്ക് തിരിച്ചു മടങ്ങാനും വേണ്ടിയാണ്. തിരിച്ചറിവാണ്, വിവേകമാണ് നമ്മളെ എപ്പോഴും മുന്നോട്ട് നയിക്കേണ്ടത്. രണ്ടാമതായി സഹോദരന്മാരെ, ഇത്തരം അവസ്ഥകളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മളിൽ വിശ്വാസിയിൽ ഏറ്റവും പ്രധാനമായും ഉണ്ടാകേണ്ട കാര്യം, ഇത്തരം പ്രയാസം അനുഭവിക്കുന്ന, ബുദ്ധിമുട്ടനുഭവിക്കുന്ന ആളുകളുടെ കൂടെ ചേർന്ന് നിൽക്കുക. അവർക്ക് എങ്ങനെയൊക്കെ സഹായം നൽകാൻ സാധ്യമാകുമോ അങ്ങനെയെല്ലാം നമ്മൾ ചെയ്യാൻ സന്നദ്ധമാകണം. ഞാൻ രക്ഷപ്പെട്ടിച്ചുണ്ട്, അതുകൊണ്ട് ഞാൻ സേഫായി നിന്നാലും മതി എന്ന് മാത്രമല്ല, നമ്മൾക്ക് എപ്പോഴാണ് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകുക നമുക്ക് ആൾക്ക് പറയാൻ വേണ്ടി കഴിയില്ല. ഇപ്പോൾ പ്രയാസം അനുഭവിക്കുന്ന ആളുകളുടെ പ്രയാസങ്ങളിൽ കൈകോർക്കാൻ നമ്മൾക്ക് സാധ്യമാകണം. അത് സമ്പത്ത് കൊണ്ടാണെങ്കിൽ അങ്ങനെ, എവിടെയോ ഉള്ള ആളുകൾ, അവിടേക്ക് ഉള്ള ആളുകളുടെ പ്രയാസങ്ങൾ മാറ്റാൻ നമുക്ക് പണം കൊടുക്കാൻ കഴിയുമെങ്കിൽ നമ്മുടെ സമ്പത്തിനെ നല്ല വിഹിതം നമ്മൾ മാറ്റിവെക്കണം. നമ്മൾക്ക് ചില കാര്യങ്ങൾ അറിയാം, ഈ ദുരന്ത മുഖത്ത് പോയിട്ട് ശരീരം കൊണ്ട് ഇടപെട്ട് സഹായിക്കാൻ നമുക്ക് സാധ്യമാകുമെങ്കിൽ നമ്മൾ അത് ചെയ്യണം. എന്തൊക്കെയാണ് നമുക്ക് കഴിയുക ആ നിലക്കെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. കാരണം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചല്ലേ, മൻ കാന ഫീ ഹാജതി അഖീഹി കാന അല്ലാഹു ഫീ ഹാജതിഹി. തൻ്റെ സഹോദരൻ്റെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ മുന്നിട്ടിറങ്ങിയവൻ ആരാണോ അവൻ്റെ ആവശ്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റെടുക്കുമെന്നാണ്. അവൻ്റെ പ്രയാസങ്ങൾ അള്ളാഹു നീക്കിക്കൊടുക്കുമെന്നാണ്. വമൻ ഫറജ അൻ മുസ്ലിമിൻ കുർബതൻ ഫറജല്ലാഹു അൻഹു കുർബതൻ മിൻ കുർബാതി യൗമിൽ ഖിയാമ. ഒരു മുസ്ലിമിൻ്റെ പ്രയാസത്തിൽ വിടവുണ്ടാക്കി കൊടുക്കുവാൻ, ഇളവുണ്ടാക്കി കൊടുക്കുവാൻ, മാറ്റിക്കൊടുക്കുവാൻ ഒരു മുസ്ലിമിന് നമുക്ക് സാധ്യമായിട്ടുണ്ടെങ്കിൽ അവൻ്റെ പ്രയാസങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാളിൽ ഉണ്ടാകുന്ന എല്ലാ പ്രയാസങ്ങളെയും അള്ളാഹുവിന് ഇളവ് കൊടുക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതുകൊണ്ട് സഹോദരന്മാരെ, ദുരിതമനുഭവിക്കുന്ന ആളുകൾക്ക് ചേർന്ന് നിൽക്കുവാൻ, അവരോടൊപ്പം നിൽക്കുവാൻ നമ്മൾ സന്നദ്ധമാക്കേണ്ടതുണ്ട്. നമ്മുടെ ചുറ്റും പ്രയാസം അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. സാമ്പത്തികമായി പ്രയാസം അനുഭവിക്കുന്ന, വീട് വെക്കാൻ കഴിയാതെ പിന്നെ പൊട്ടിയൊലിക്കുന്ന, ചോർന്നൊലിക്കുന്ന കൂരകളിൽ ജീവിക്കുന്ന ആളുകൾ, വിവിധ തുറകളിലുള്ള വ്യത്യസ്തങ്ങളായ ആളുകളുണ്ട്. അത്തരം ആളുകൾക്കെല്ലാം നമ്മൾ വലിയൊരു സഹായമായി തീരുവാൻ നമ്മൾ ഓരോരുത്തർക്കും സാധ്യമാകണം. നമ്മൾ കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ചിരുന്നു, വിസ്ഡം എഡ്യൂക്കേഷൻ ബോർഡിൻ്റെ കീഴിലുള്ള മദ്രസയിലെ അധ്യാപകന്മാർ, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർ നമ്മുടെ മക്കൾക്ക് ദീന് പഠിപ്പിക്കാൻ വേണ്ടി വ്യത്യസ്ത മദ്രസകളിൽ ജോലി ചെയ്യുന്നവരാണ്. അവർക്ക് വീട് വെച്ച് കൊടുക്കാൻ, അവരുടെ പ്രയാസങ്ങൾ നീക്കാനുള്ള
ഒരു ഫണ്ട് നമ്മൾ സ്വരൂപിച്ച് മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഒരുപാട് ആളുകൾക്ക് വീട് പൂർത്തിയാക്കിയിട്ട് വളരെ സന്തോഷത്തിലേക്ക് അവരെ മാറ്റിയെടുക്കുവാൻ അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് നമുക്ക് സാധ്യമായിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സമ്പത്തിൽ ഒരു വലിയ വിഹിതം തന്നെ ഈ ഒരു പുണ്യകർമ്മത്തെ മുന്നിൽ കണ്ടുകൊണ്ട് നമ്മൾ നൽകാൻ തയ്യാറാകുന്ന ഓർമ്മപ്പെടുത്തി ഇൻഷാ അല്ലാഹ് ഇന്നത്തെ കളക്ഷൻ അതുമായി ബന്ധപ്പെട്ടത് നമ്മളെല്ലാം അതിൽ സഹകരിക്കണം. അതോടൊപ്പം തന്നെ ഇത്തരം പ്രകൃതി ദുരന്തങ്ങളിൽ ദുരിതം അനുഭവിക്കുന്ന ആളുകൾ അത് എവിടെയുള്ളവരായിരുന്നാലും അവരുടെയൊക്കെ സഹായമാകുവാൻ കൈത്താങ്ങാകുവാൻ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ടെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രയാസം അനുഭവിക്കുന്ന എല്ലാ സഹോദരി സഹോദരങ്ങൾക്കും വിടുതൽ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.